നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് മന്ത്രിയും MK സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മ പരാമർശം വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ഇതാ സനാതനധർമ്മ പരാമർശം നടത്തിയ വിഷയത്തിൽ ഉദയനിധി സ്റ്റാലിന് സമൻസ് അയച്ചിരിക്കുകയാണ്. ബംഗളൂരു സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ബംഗളൂരു ACM കോടതിയാണ് സമൻസ് അയച്ചത്. മാർച്ച് 4-ന് ഉദയനിധി സ്റ്റാലിൻ നേരിട്ട് ഹാജരാകാനാണ് സമൻസിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു സനാതനധർമ്മത്തെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ വിവാദ പരാമർശം നടത്തിയത്. ഡെങ്കിപ്പനിയും മലേറിയയും ഉന്മൂലനം ചെയ്തതുപോലെ തന്നെ സനാതനധർമ്മത്തെയും ഇല്ലായ്മ ചെയ്യണമെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് സനാതനധർമ്മ വിവാദ പരാമർശം. ഏറെ വിവാദങ്ങളിലേക്ക് നയിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്ത പരാമർശമായിട്ടായിരുന്നു ഇതിനെ വിലയിരുത്തിയത്. പോലീസ് നടപടിയെടുക്കാത്തതിൽ മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസിന്റെ ചുമതല ഇല്ലായ്മയാണെന്ന് കോടതി തുറന്നടിച്ചു. തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പറയുന്നതിൽ തെറ്റില്ല എന്നുമായിരുന്നു മന്ത്രി ഉയർത്തിയ വാദം. ചെന്നൈയിൽ വെച്ച് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശമായിരുന്നു വിവാദങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി മാറിയത്. ആ പരാമർശങ്ങൾ ചില കാര്യങ്ങൾ എതിർക്കാനാവില്ല, അതിനെ ഉന്മൂലനം ചെയ്യണം, ഡെങ്കിപ്പനി, മലേറിയ, കോവിഡ് എന്നിവയെ എതിർക്കാനാവില്ല, നിർമ്മാർജ്ജനം ചെയ്യാനേ കഴിയൂ, അങ്ങനെ തന്നെയാണ് സനാതനവും എന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിൻ്റെ ഈ വാക്കുകൾ വലിയ രീതിയിലാണ് വിമർശന വിധേയമായത്. വലിയ വിവാദമുണ്ടായി, കോളിളക്കങ്ങളുണ്ടായി. അതിനെ എതിർക്കുന്നതിലുപരിയായി നിർമ്മാർജ്ജനം ചെയ്യുകയാണ് വേണ്ടതെന്നായിരുന്നു ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു വെച്ചത്. BJPയും തീവ്ര ഹിന്ദുത്വ സംഘടനകളും ഈ ഒരു പരാമർശത്തെ പറയുന്നത് സനാതനധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടെന്ന ഉദയനിധി സ്റ്റാലിന്റെ പരാമർശം സാമുദായിക സംഘർഷവും മതസ്പർദ്ധയും ലക്ഷ്യം വെച്ചെന്ന ആരോപണമാണ് അവർ ഉന്നയിച്ചത്. ജാതി വെറിക്കിരയായ രോഹിത് വെമുലയുടെ അമ്മയെ ഉൾപ്പെടെ വേദിയിലിരുത്തിയായിരുന്നു ഉദയനിധിയുടെ പരാമർശം. ഈ വിഷയത്തിൽ ഉദയനിധിക്കെതിരെ കലാപാഹ്വാനവുമായി അയോധ്യയിലെ സന്യാസിയായ ജഗദ്ഗുരു പരമഹംസ ആചാര്യ രംഗത്തെത്തിയതും വളരെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഉദയനിധി സ്റ്റാലിന്റെ തല വെട്ടുന്നവർക്ക് 10 കോടി രൂപ പാരിതോഷികം നൽകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഉദയനിധിയുടെ വീട്ടിലും ഔദ്യോഗിക വസതിയിലുമൊക്കെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ച് വലിയ സുരക്ഷ നൽകിയിരുന്നു. അയോധ്യയിലെ സന്യാസി ജഗദ്ഗുരു പരമഹംസ ആചാര്യയുടേതായിരുന്നു ഉദയനിധിക്കെതിരെയുള്ള പരാമർശം. പ്രതീകാത്മകമായി മന്ത്രിയുടെ ചിത്രം വെട്ടുന്ന വീഡിയോയും സന്യാസി പങ്കുവച്ചിരുന്നു. സനാതനധർമ്മ പരാമർശത്തിന് പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനും മന്ത്രി നടനുമായ ഉദയനിധി സ്റ്റാലിന്റെ തലവെട്ടുന്നവർക്ക് 10 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച സന്യാസിക്ക് മറുപടിയുമായും ഉദയനിധി സ്റ്റാലിൻ രംഗത്ത് വന്നിരുന്നു. ആ സന്യാസിയെ ഉദയനിധി പരിഹസിച്ചിരുന്നു. തനിക്കെതിരെ സന്യാസി നടത്തിയ പ്രകോപന പ്രസ്താവനയ്ക്ക് ചുട്ട മറുപടിയായിരുന്നു ഉദയനിധി തിരിച്ചു നൽകിയത്. എന്തായാലും വളരെ വിവാദമായ ഒരു സംഭവമായിരുന്നു സനാതനധർമ്മ വിവാദ പരാമർശം. എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.